ഹലോ ഗൈസ്, നമ്മളപ്പോൾ ഇന്ന് എന്താണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഒരു കൊച്ചു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ഫുള്ള് എല്ലാ മോഡ്സും കാര്യങ്ങളും എല്ലാം ഞാൻ കാണിച്ചു തരും. പിന്നെ എൻ്റെ വേൾഡിൻ്റെ സീഡ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ കൂടെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മോഡ്സിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഇനിയും സെറ്റിങ്സിൽ കയറിയിട്ട് ഗ്ലോബൽ റിസോഴ്സസ് എടുക്കുക. ഓക്കെ, നമുക്കപ്പോൾ ഇപ്പോൾ ഞാൻ 3 എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ആദ്യം ഞാൻ ആക്ടിവേറ്റ് ചെയ്താൽ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ആദ്യം ഉള്ളതെന്ന് പറഞ്ഞാൽ എക്സ്പ്ലോറേഴ്സ് വേൾഡ് മാപ്പ് ആൻഡ് മിനി മാപ്പ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഇത് നമ്മളുടെ വേൾഡിന് ഒരു മിനി മാപ്പ് കൊണ്ടുവരുന്ന സംഭവമാണ് കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ എടുത്തതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വലിയതായിട്ട് ഞാൻ ഇത് യൂസ് ഒന്നും ചെയ്യില്ല. ഇത് ഞാൻ യൂസ് ചെയ്യില്ല. പിന്നെ ഈ സെക്കൻഡ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൾ ട്രേഡ്സ് വിസിബിൾ എന്നുള്ളതാണ്. ഈ മോഡെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു വില്ലേജറിൻ്റെ ട്രേഡ് നമുക്ക് എല്ലാം കാണിച്ചു തരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെവൽ 1 തൊട്ട് നിങ്ങൾക്ക് ഫുള്ള് കാണാൻ പറ്റും. അത്രയുള്ള. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഏജീസ് മോർഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മോബിലോട്ടൊക്കെ മോർഫാൻ ഇതെന്തൊരു പരിപാടിയാണ് സംഭവം. ഇത് എനിക്ക് മനസ്സിലായില്ല, ഞാൻ അങ്ങനെ ചെയ്തില്ല. പിന്നുള്ളത് മൗസ് വീൽ ടീക്സ്. ഇതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ജസ്റ്റ് ഞാൻ ഒന്ന് കണ്ടപ്പോൾ എടുത്തിട്ടാണ്. ആഡ് ഫങ്ഷൻസ് ടു ദ മൗസ് സ്ക്രോൾ വീൽ ഫോർ ഇൻവെൻട്രി. അങ്ങനെ അതിന് വേണ്ടിയുള്ള കേട്ടോ ഇത്. ഓക്കെ, ഞാൻ ഇപ്പോഴാണ് ഇത് വായിച്ചു നോക്കുന്നത് തന്നെ. അപ്പോൾ അടുത്താണ് ഡ്യൂറബിലിറ്റി ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്യൂറബിലിറ്റി വ്യൂവർ എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആർമറിൻ്റെ ഡ്യൂറബിലിറ്റി, പിന്നെ നമ്മുടെ സോഡിൻ്റെ, നമ്മുടെ ഷീൽഡിൻ്റെ, അങ്ങനെ നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാത്തിൻ്റെ ഡ്യൂറബിലിറ്റിയും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കൈ പിടിക്കുന്നതിൻ്റെയൊക്കെ ഡ്യൂറബിലിറ്റി ഈ ഒരു ഭാഗത്തായിട്ട് ഗെയിമിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇതും ഒരു വേൾഡ് മറ്റേ മിനി മാപ്പിൻ്റെ ഒരു ഇതാണ്, പക്ഷെ അത് വർക്കാവില്ല. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഗെയിം മോഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഷിഫ്റ്റ് പ്ലസ് ജമ്പ് അടിക്കുവാണെങ്കിൽ ഇതാണ്ടാവും, ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇത് മാറുമെന്നാണ് പറയുന്നത്, പക്ഷെ അത് വർക്കാവില്ല കേട്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഈ ഒരു ഡാർക്ക് മോഡിന് വേണ്ടി മാത്രമാണ് ഈ ഒരു സംഭവം എടുത്തേക്കുന്നത്. പക്ഷേ ഇതെനിക്ക് വർക്കാവുന്നൊന്നുമില്ല. ഓക്കെ, പിന്നുള്ളതെന്ന് പറഞ്ഞാൽ VDX UI എന്ന് പറഞ്ഞ ഈ സംഭവമാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജാവ എഡീഷൻ്റെ ആ ഒരു സംഭവം അവിടെ കൊണ്ടുവരേണ്ടതാണ്. നമ്മുടെ ഡെസ്ക്ടോപ്പിൽ അവിടെ ആയിട്ട് കൊണ്ടുവരേണ്ടതാണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ദ ടൈൽ സെറ്റിങ്സ് ഓവർലേ UI പാക്ക്. ഇതെന്ന് പറഞ്ഞാലും മറ്റേ പോലത്തെ ഒരു സംഭവമാണ്. പെട്ടെന്ന് ക്വിക്കായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇത് പക്ഷേ എനിക്ക് വർക്കാവില്ല, ഇതൊക്കെ വർക്കാവുമെന്ന് പറയണം. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഫുൾ ഗ്രാസ്. ഇത് പറഞ്ഞ് ഈ ബെറ്റർ മൈൻക്രാഫ്റ്റിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഗ്രാസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇത്രയും വൈറ്റ് അല്ലായിരിക്കും ആ ഗ്രീന്, താഴോട്ട് ഫുള്ളുണ്ടാവും. അപ്പോൾ ആ ഒരു സംഭവത്തിനാണ് ഇത്. പിന്നുള്ളത് ഇവിടെ ഞാൻ ഒരെണ്ണം കാണിച്ചല്ലോ, ഈ ഒരെണ്ണം അതിൻ്റെ തന്നെ വേറൊരു വെർഷനിലുള്ളതാണ് ഈ ഒരെണ്ണം. ഓക്കെ, അത്ര ഉള്ളതിൽ. പിന്നുള്ളത് RP കണക്റ്റഡ് ഗ്ലാസ്. ഈ കണക്റ്റഡ് ഗ്ലാസ് മോഡാണിത് ബൈ. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ക്വിക്ക് കണ്ടെയ്നർ. ഇത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇൻവെൻട്രി മാനേജ്മെൻറ്റിന് വേണ്ടി മാത്രമുള്ളതാണ്. പിന്നുള്ളത് ന്യൂ പ്ലെയർ ആനിമേഷൻ. നമ്മളുടെ ആനിമേഷൻ മൊത്തം മാറ്റും, അതാണ് സംഭവം, അത്രേ ഉള്ളൂ. പിന്നുള്ളത് നമ്മുടെ ഷെയറാണ്, BSPE ഷെയർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് എല്ലാ ഡിവൈസിലും ഒക്കെ നല്ലപോലെ ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തേക്കുന്നത്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ സെർപ്പ് എന്ന് പറഞ്ഞ ഷെയറാണ്. ഇത് ഞാൻ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യും. എൻ്റെ കഴിഞ്ഞ ലെറ്റ്സ് പ്ലേയിൽ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നുള്ളത് റിപ്ലേ ക്രാഫ്റ്റ്. ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ റീപ്ലേ മോഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ സംഭവമാണിത്. അത് പക്ഷേ ഇത് വർക്കാവില്ല, എന്താണെന്ന് എനിക്കറിയില്ല. അതെനിക്ക് വർക്കാവത്താണോ അത് ഫുള്ളായിട്ട് വർക്കാവത്താണോ അറിയില്ല. പിന്നുള്ളതാണ് ലൈക്ക് ദ ട്രെയിലർ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബെയർ ബോൺസ് എന്നൊക്കെ പറയും, ആ സംഭവമാണിത്. നമ്മുടെ ട്രെയിലറിലെ കൂട്ട് നമുക്ക് ഇതാവും, അത്രേ ഉള്ളൂ. ഇത് ഇൻവെൻട്രി ഓർഗനൈസിന് വേണ്ടി പെട്ടെന്ന് ചെയ്യാനായിട്ടുള്ളതാണ്, പക്ഷേ ഇതും വർക്കാവില്ല. പിന്നെ ഇത് ആക്ഷൻ ആൻഡ് സ്റ്റഫാണ്. ഇത് 1.9 ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കയ്യിൽ ഉള്ള ഫുള്ള് ഷെയറും പിന്നുള്ള മോഡ്സും ആഡോൺസും എല്ലാം. ഇനിയും രണ്ടെണ്ണം ഉണ്ട്, അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫാസ്റ്റ് ക്രാഫ്റ്റ് ആൻഡ് ഫാസ്റ്റ് ലൂട്ട്. ഇതെന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിരിക്കാതെ
ഒറ്റ ഒരു ബട്ടൺ ഞെക്കുമ്പോൾ തന്നെ ഫുള്ള് ഇങ്ങനത്തെ ഒരു ബട്ടൺ ഇവിടെ ആയിട്ട് ക്രാഫ്റ്റിങ് ഇവിടെ ആയിട്ട് കാണും. അതങ്ങ് ഞെക്കിയാൽ ഫുള്ള് ക്രാഫ്റ്റാണ്. അതിപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്താലും മതി. പക്ഷേ പെട്ടെന്ന് അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് ആക്ഷൻ ആൻഡ് സ്റ്റഫ് 1.10. ഇത് ഞാൻ ഇപ്പോൾ കയറ്റിയതേ ഉള്ളൂ. ഇതിനെന്താണ് പ്രോബ്ലം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് പറയുന്നുണ്ട്. റിസോഴ്സ് പാക്ക് ഇൻകം ഗ്രാഫിക്സ് അത് ഒരു കുഴപ്പമില്ല. എന്താണ് സംഭവം എനിക്ക് മനസ്സിലായില്ല. ഞാൻ റിഫ്രഷ് അടിച്ചേക്കാം. പരിപാടിയൊന്നുമില്ല. അതൊരു വാർണിംഗ് ഉണ്ട്. അത് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഇത് കുറച്ചിടാം. ഫുൾ എക്സ്പീരിയൻസ് മാറ്റിയിട്ട് ഹാഫ് എക്സ്പീരിയൻസ് ഇടാം. അല്ലേടാ ഫുള്ളാൻ ഇട്ടേക്കാം ഗൈസ്, ചുമ്മാ കാര്യം ഇത്. ഓക്കെ, ഫുൾ ഇട്ടേക്കാം. ഇനി എന്താ ഇവിടെ എന്താ ഇമ്മ്യൂണിറ്റി, ബയം വേരിയൻസ്, നാച്ചുറൽ ഓക്കെ എന്തൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്തെങ്കിലും ആട്ടെ, ഞാൻ നോക്കാം. പിങ്ക് ഗോൾഡ് സാൻഡ് പിങ്ക് തന്നെ നടന്നോട്ടെ. ആർമർ സിബിലിറ്റി, ആർമർ തേർഡ് പേഴ്സൺ, ഇങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഞാൻ ഇതൊന്നും ഇതുവരെയായിട്ട് കണ്ടില്ല അങ്ങനെ. എന്തായാലും ആട്ടെ കേസ്. ഇതൊക്കെ ഞാൻ പിന്നെ നോക്കിക്കോളാം. 3D ടൂൾസ് എനേബിൾ കസ്റ്റം ടൂൾ മോഡ്. ഇത് ഓണാക്കിട്ടു. ലെഗസി ബേബി ചിപ്പ്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എന്തായാലും ഓണാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറാം. റൈറ്റ് ക്ലിക്ക് അടിച്ചാൽ വർക്കാവില്ല, എസ്കേപ്പ് അടിച്ചാൽ വർക്കാവില്ല. അപ്പോൾ ഇവിടെ തന്നെ പിടിച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എൻ്റെ കയ്യിലുള്ള മോഡ്സും കാര്യങ്ങളൊക്കെ. എന്തുവാ ഞാൻ എന്തായാലും ഞാൻ ആക്ടിവേറ്റ് ചെയ്തു, അതുകൊണ്ടാണ് ഇങ്ങനെ സാധാരണ ഇരിക്കുന്നത്. എന്തായാലും ആട്ടെ, അത് പെട്ടെന്ന് വരില്ല, നല്ല താമസിക്കും ഇത് വരാൻ. എന്താണെന്നറിയില്ല. ഈ വലിയ ചിക്കനെയൊക്കെ കൊണ്ടുപോയി മോനെ കൊള്ളാം കേട്ടോ. ഈ മോഡ് ഞാൻ അങ്ങനെ അധികമൊന്നും കളിച്ചിട്ടില്ല, ഇപ്പം അങ്ങോട്ട് എടുത്തതേ ഉള്ളൂ. അപ്പോൾ വലിയതായിട്ടൊന്നും ഇല്ല. അവിടെ ക്രീപ്പർ നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ ഇപ്പോഴാണ് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നത്. സ്നിഫറിൻ്റെ എല്ലാത്തിൻ്റെ മാറി ഇത് നമ്മൾ മോർഫ് അല്ലോ, എന്താണെന്നറിയില്ല. ഓക്കെ, ഇത് കുറേ നേരമായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല കേട്ടോ. ഓക്കെ, നമ്മുടെ വീഡിയോ എത്ര മിനിറ്റ് ആയെന്ന് നോക്കട്ടെ. 7 മിനിറ്റായി. ഒരു 10 മിനിറ്റ് 11 മിനിറ്റൊക്കെ കാണത്തുള്ളൂ വീഡിയോ. അപ്പോൾ ഇത് വന്നില്ലെങ്കിൽ ഇത് കുറേ സമയം എടുക്കും. ഇതെന്തായാലും വന്നിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്താൽ വരുന്നത്. അപ്പോൾ വന്നിട്ടുണ്ട് സംഭവം. കുറേ നേരം എടുത്തു കേട്ടോ ഈ സംഭവം വരാനായിട്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഞാൻ വേറെ കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാം. ഒരു വന്നിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എടുത്തതേ ഉള്ളൂ. എന്തോ ഒരു സ്കൈ ബ്ലോക്ക് എന്തോ സംഭവമാണ്. ഇത് നമുക്ക് പിന്നെ കളിക്കാൻ നോക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ലെറ്റ്സ് പ്ലേ വേൾഡ്. അപ്പം അത് കുറേ സംഭവങ്ങൾ ഉണ്ട്, അതൊക്കെ പിന്നെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലെറ്റ്സ് പ്ലേ വേൾഡ്. ഇത് ഞാൻ ചുമ്മാ കളിക്കുന്ന ഒരു ലെറ്റ്സ് പ്ലേ ആണ് കേട്ടോ. ലെറ്റ്സ് പ്ലേ അല്ല, ഞാൻ ഇടയ്ക്ക് ബോറടിക്കുമ്പോൾ ഞാൻ ഇതിൽ കളിക്കാതെ നേരെ വന്ന് ഇതിലങ്ങോട്ട് കളിക്കും. ഇതെന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു സീഡാണ്, അതുകൊണ്ട് ഞാൻ ഇതിലും കളിക്കും. ഇതിൽ ഡിഫിക്കൽട്ടിയൊക്കെ ഞാൻ പീസ്ഫുള്ളാണ് ഇട്ടേക്കുന്നത്, നോർമലിലോട്ട് ഇട്ടേക്കാം. അത് ഒരു കേവ് കണ്ടുപിടിച്ചപ്പോൾ ഞാൻ അടിച്ചെടുത്ത് ഒറ്റ വീഴ്ച വീണു. അപ്പോൾ അതിന് വേണ്ടി അങ്ങോട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു എനിക്ക്. പീസ്ഫുള്ളാണ്ട് എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഹാർഡിലായിരുന്നു ഞാൻ ഇടുന്നത്. അതെന്താണ്? ഓക്കെ, ബൈ ദ വേ ഈ ഒരു വേൾഡിൻ്റെ സീഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ഒരു സീഡ് എടുക്കാം. അടിപൊളി ഒരു സീഡാണ്. ഒരു കേവൊക്കെ ഉണ്ട് ഈ ഒരു സീഡിനകത്ത്. എൻ്റെ മോനെ ഒന്നും പറയണ്ട, ഒരു സീൻ സീഡ്. ഞാൻ ഗെയിമിൽ കയറി ഫസ്റ്റ് ദിവസം തന്നെ എനിക്ക് 2 ഡയമണ്ട്, ഏതാണ്ട് 2 സ്റ്റാക്കോളം അയണം കൊണ്ട് എനിക്ക് കിട്ടി ഈ ഒരു വേൾഡിൽ നിന്ന്. അതുകൊണ്ട് ഭയങ്കര സീനായിരുന്നത്. അപ്പോൾ ഇത് എല്ലാം ഒന്നും ചെയ്തില്ല, അതുകൊണ്ട് അത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ലെറ്റ്സ് പ്ലേ വേൾഡ്. അപ്പോൾ ഞാൻ അതിൻ്റെയും കൂടെ സീഡ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ലെറ്റ്സ് പ്ലേയുടെ സീഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം, ഇത് ഈ ഒരു വേൾഡിൽ എപ്പോഴും ഞാൻ നോർമലിൽ തന്നെ ആയിരിക്കും ഇടുന്നത്. ഇതൊരിക്കലും ഞാൻ മാറ്റൂല. ക്രിയേറ്റീവാണ്, സർവൈവലാണ്. പിന്നെ വരുമ്പോൾ മൾട്ടിപ്ലെയർ ഓണാണ് കേട്ടോ. ചീറ്റ്സ് ഞാൻ ഓഫാക്കിയതൊന്നുമല്ല, ഓഫാണ്. ഇതാണ്ട് കീപ്പ് ഇൻവെൻട്രി ഒക്കെ ഓഫാണ്. ഇത് കണ്ടല്ലോ, ഓഫാണ്. പിന്നുള്ളത് ബിഹേവിയർ പാക്ക് ആക്ടിവേറ്റിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ 0 ബിഹേവിയർ പാക്കാണ് ഞാൻ ഇട്ടേക്കുന്നത്. റീസോഴ്സ് പാക്ക് എന്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതപ്പോൾ ഇത് ഞാൻ കാണിച്ചില്ല. ബിഹേവിയർ പാക്കിനതും കുറേ ഉണ്ട് ഗൈസ്. ആദ്യമുള്ളത് മാഗ്നിഫിഷൻ്റെ മിനി മാപ്പ്. ഇത് മിനി മാപ്പിൻ്റെ മോഡാണ്.
പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ചായിരുന്നെന്ന് തോന്നുന്നു ആ ഒരു മിനി മാപ്പിൻ്റെ മോഡ് തന്നെയാണ് ഇത് രണ്ടും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഡ്യൂറബിലിറ്റി ആർമർ വ്യൂവർ, ഇത് വർക്കാവില്ല. മിസ്റ്റർ ഗെയിമിങ്സ് ഫ്ലവർ ഡ്രോപ്പ് ഡൈനമൈറ്റ്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവർ നല്ല റാൻഡം ഐറ്റംസ് തരുന്നതാണ്. എനിക്ക് ആദ്യം ഒരു ശവല് കിട്ടി നെതറൈറ്റിൻ്റെ, പിന്നെ ഒരു സാധനവും കിട്ടുന്നില്ല, ഡയമണ്ട് പോലും കിട്ടുന്നില്ല എന്നിട്ട് പിന്നെ അത് കളിച്ച് നിർത്തി. പിന്നെ ഉള്ളത് ഫാസ്റ്റ് ഗെയിം മോഡ്, ഞാൻ നേരത്തെ അവിടെ കാണിച്ചായിരുന്നു, അതുകൊണ്ട് പറയുന്നില്ല. പിന്നെ ഉള്ളത് ഡൈനാമിക് ലൈറ്റ്സ്. ഇതെന്ന് പറഞ്ഞാൽ ഓഫ് ഹാൻഡിലോട്ട് ടോർച്ച് ആക്കാൻ വേണ്ടിയുള്ള മാത്രം ഒരു സാധനമാണ്. പിന്നുള്ള കണക്റ്റഡ് ക്ലാസ്. പിന്നുള്ളത് വില്ലേജറിൻ്റെ ട്രേഡ് ഇങ്ങനെ ഇവരുടെ ബട്ടൺ വഴി എൻ്റെ റിഫ്രഷ് ആക്കാൻ അങ്ങനെ ഒരു സംഭവം മോഡേണായിട്ടുണ്ട്. ജാവ സൂം ഇൻ ബെഡ്റോക്ക്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഷിഫ്റ്റ് ക്ലിക്കുകയാണെങ്കിൽ ഇങ്ങനെ സൂം ആയിക്കോളും, അതാണ് സംഭവം. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് മോർഫ് എന്ന് പറഞ്ഞൊരു മോഡാണ്. ഇത് RR ഡിബഗ് അൾട്ടിമേറ്റ്. ആ സംഭവം എന്തുവാന്ന് പറഞ്ഞാൽ ഈ ജാവയുടെ സംഭവമൊക്കെ കാണിച്ചു തരും. പിന്നെ ഇതൊരു മിനി മാപ്പാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്തുവെന്ന് പറഞ്ഞാൽ ഈ നൈറ്റ് വിഷൻ മോഡാണ്. ഈ മോഡെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നൈറ്റ് വിഷൻ തരും ഗൈസ്. നൈറ്റ് വിഷൻ്റെ പോർഷൻ ഒന്നും കുടിക്കണ്ട, നൈറ്റ് വിഷൻ തരും. അതാണ് ഈ ഒരു മോഡ്. ഇത് നല്ല യൂസ്ഫുൾ മോഡാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടെന്നുള്ളൂ. ഇതൊന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. പിന്നെ ബൈ എൻ്റെ റീസോഴ്സ് പാക്ക് ഞാൻ ഏതെങ്കിലും ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഒന്നും ആക്ടിവേറ്റ് ഇല്ല. പക്ഷേ ആക്ഷൻ ആൻഡ് സ്റ്റഫ് മാത്രം ഞാൻ ഇതിൽ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ബൈ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ മോഡ്സും കാര്യങ്ങളൊക്കെ. ഞാൻ മാപ്പ് കാണിച്ചായിരുന്നു ഗൈസ്, എൻ്റെ റെക്കോർഡിംഗ് ഒന്ന് പോസായി പോയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ മാപ്പ് കാണിച്ചായിരുന്നു എന്ന് മറന്നു കണ്ടില്ല, കാരണം റെക്കോർഡിങ് അങ്ങ് സ്റ്റോപ്പായി പോയി ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒന്നുകൂടെ കാണിച്ചു തരാമെന്ന്. അയ്യോ ഗൈസ്, ഞാൻ കണ്ടില്ല ഗൈസ്, അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും ചുമ്മാ ഒന്ന് കാണിച്ചു തരാം ഞാൻ പെട്ടെന്ന്. അപ്പോൾ ഇതെൻ്റെ ലെറ്റ്സ് പ്ലേ, ഞാൻ ചുമ്മാ കളിക്കുന്ന ലെറ്റ്സ് പ്ലേ. അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാൻ പെട്ടെന്ന്. ഞാൻ കാണിച്ചു തന്നു മറന്നുപോയി, അതുകൊണ്ടാണ്. ഓക്കെ ബൈ ഇതാണ് നമ്മളുടെ ഈ ഒരു ലെറ്റ്സ് പ്ലേ. ഇത് വലിയ ലെറ്റ്സ് പ്ലേ ഒന്നുമല്ല, അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാം. ഇത് പിന്നെ പീസ്ഫുൾ ആയതാണ്. നോർമൽ ഇട്ടിരുന്നതാണ്, പിന്നെ പീസ്ഫുള്ളിലോട്ട് മാറി. സേവ് ചേഞ്ചസ് അടിക്കാൻ മറന്നു പോയതുകൊണ്ടാണ്. ഓക്കെ, പിന്നുള്ളത് എൻ്റെ ലെറ്റ്സ് പ്ലേ ആണ്. അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൽ അഡ്വാൻസിൽ പോവുകയാണെങ്കിൽ ഇതാ കണ്ടില്ല, ഇതാണ് എൻ്റെ സീഡ് വരുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്തിട്ട് സംഭവമൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സീഡ് വരുന്നത്. എന്ത് വർക്കാവത്തെ? വർക്കായി. അപ്പോൾ ഇതാണ് നമ്മുടെ സീഡ് വരുന്നത്. ഇപ്പം അതുവഴി നോക്കുവാണെങ്കിൽ ഇതൊക്കെയാണ് വരുന്നത്. എന്തുവാ, ക്രിയേറ്റീവ് അഡ്വഞ്ചർ ഒന്നുമല്ല, നോർമലിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത്ര തന്നെ. പിന്നെ ബിഹേവിയർ പാക്ക് വരുമ്പോൾ ഇതിനകത്തൊന്നും ഞാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. റിസോഴ്സ് പാക്ക് വരുമ്പോൾ റിസോഴ്സ് പാക്കിൽ ഞാൻ ഒന്നും ആക്ടിവേറ്റ് ഇല്ലെന്നാണ് എൻ്റെ ഒരു ഇല്ല, ആക്ടിവേറ്റ് ഇല്ല. അപ്പോൾ അതിനെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ആക്ടിവേറ്റ് ചെയ്യും. പിന്നെ അതെന്ത് വരുന്നത്? ഓക്കെ, അതെന്തെന്ന് ഞാൻ കണ്ടില്ല. ഇനി ഞാൻ മറ്റേ ഈ ആക്ഷൻ സ്റ്റഫ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യും പോയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ട് കഴിഞ്ഞത് ആക്ടിവേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത്ര തന്നെ സേവ് ചേഞ്ചസ് അടിച്ചിട്ട് നമുക്ക് ബാക്ക് പോകാം. ഓക്കെ, ഇത്ര തന്നെ. പിന്നുള്ളത് ഇതിൻ്റെ സ്കൈ ബ്ലൂ. അപ്പോൾ നമ്മളുടെ എന്താണ് കണ്ടിട്ടില്ല മോഡ്സൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമുക്ക് ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. അപ്പോൾ അടുത്ത ഒരു ലെറ്റ്സ് പ്ലേയുടെ വീഡിയോ ഇടാൻ ഞാൻ. ഓക്കെ.